സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കാറിൻ്റെ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പണികളൊക്കെ എന്തൊക്കെ വേറെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി നോക്കാം. സുഹൃത്തുക്കളെ, ഇതേ നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ വണ്ടിയുടെ നിലവിലത്തെ അവസ്ഥ. എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം പാർട്സാക്കി പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിൽ പ്രൈമർ അടിക്കും. അത് ഒരു കോട്ട് അടിച്ചാൽ ഓക്കെ ആവുമെന്ന് ആ ചേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 2 കോട്ട് അടിക്കേണ്ടി വരും. പ്രൈമർ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എഞ്ചിൻ റൂം അഴിച്ചിട്ട് എഞ്ചിൻ റൂം പെയിൻറ്റ് അടിക്കുന്നത്. അതിന് അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അടിക്കും. ഉള്ളിൽ നമ്മളന്ന് കാണിച്ച ആ തുരുമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഫുൾ സെറ്റാക്കി അവിടെ ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, തൊടുന്നതും പണിയാണ്. അതേപോലെ തന്നെ നമ്മളൊരു വണ്ടി പെയിൻറ്റിങ്ങിനോ കളർ ചേഞ്ചിനൊക്കെ കയറ്റുവാണെങ്കിൽ അവർ പറയുന്ന എമൗണ്ടിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവം അഴിക്കുമ്പോഴാണ് അത് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ അത് പോയി എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നിടത്ത് ഒരിക്കലും നിൽക്കില്ല എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഈ ആഴ്ച എന്തായാലും ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചത്തോട് കൊള്ളിച്ച് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കണം. ചേട്ടൻ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഒന്നും മാറണം. കാര്യം വെച്ചാൽ ഇത്രയും വർഷമുള്ള പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് ഗ്ലാസ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഓൾറെഡി പോളിഷ് ചെയ്താലും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസും കൂടി ഒന്ന് മാറാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ബഡ്ജറ്റ് എത്രത്തോളം ആവുമെന്നറിയില്ല. നമ്മൾ വിചാരിച്ച രീതിയിൽ പണി തീരുവാണെങ്കിൽ ഗ്ലാസും കൂടെ മാറാമെന്നുള്ള സെറ്റപ്പിലിരിക്കണം. നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.